നമസ്കാരം. തുറമുഖത്തിന്റെ ഗേറ്റ് തുറക്കണം എന്നുള്ള നമ്മുടെ ശക്തമായ ആവശ്യം മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തി. സ്റ്റേലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. നമ്മൾ 1000 ദിവസം കപ്പലെടുക്കുന്ന പരിപാടിക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഒന്ന് കാണാൻ ശ്രമിച്ചു. എന്തിനാണ് നമ്മൾ ഈ 1000 ദിവസത്തെ കപ്പൽ നമ്മൾ ആഘോഷിക്കുന്നത്? അതോടൊപ്പം ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന കാര്യവും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഒരു ഡെലിഗേഷനൊക്കെ പോകാൻ തീരുമാനിച്ചു. അന്ന് വരുന്നവരിൽ നിന്ന് ഒരു 3-4 പേര് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ച് ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്തില്ലായിരുന്നു. എന്തായാലും ഇന്നലെ നമ്മുടെ ടീമിലെ ശ്രീ സുനിൽ വിഷയം വളരെ ഗൗരവത്തോടെ പഠിക്കുന്നയാളാണ്. സുനിൽ കുറെ ദിവസത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി. നമ്മുടെ ടീമിലുള്ള 2-3 പേരെ കൂടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലർക്കും ഷോർട്ട് നോട്ടീസ് ആയത് കാരണം സമയം കിട്ടില്ല. എന്തായാലും അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് നമ്മുടെ നിവേദനം കൈമാറി. അദ്ദേഹം അത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കാം എന്നൊരു ഉറപ്പ് ശ്രീ സുനിലിന് നൽകിയ വിവരം വളരെ സന്തോഷത്തോടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. രണ്ട് ട്രാക്കിംഗ് ആണ് നമ്മള് അടുത്ത കഥകൾ പറയാൻ, അടുത്ത റിപ്പോർട്ടുകൾ, നമ്മുടെ ഈ ഗേറ്റ് തുറക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 2 ട്രാക്കിംഗ് പതിവ് പോലെ നായകന്മാരാണ് അയച്ചിരിക്കുന്നത്, ശ്രീനാഥും വിപിനും. ശ്രീനാഥിന്റെ ആദ്യം എടുക്കാം. അത് എടുക്കാൻ കാരണം ചൈനയിലെ OOCL എന്ന് പറയുന്ന കമ്പനി, ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലിമിറ്റഡ്, അതാണ് OOCL, വളരെ പ്രശസ്തമായ കമ്പനിയാണ്. അവരൊരു പുതിയ സർവീസ് ഓസ്ട്രേലിയയിലോട്ട് തുടങ്ങുന്നു. ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് ഒരു പുതിയ സർവീസ് ജൂലൈ 27 മുതൽ തുടങ്ങുന്നു. ഈ മാസം തന്നെ തുടങ്ങുകയാണ്. ഈ മാസമല്ല, ജൂലൈ അടുത്ത മാസം. OOCL, ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലിമിറ്റഡ് container line announced the official launch of its brand new dedicated liner service, the China-Australia Express Loop. ഇങ്ങനെയാണ് സർവീസിന് പേരിട്ടിരിക്കുന്നത്. അവരെന്താണ്, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ, അവരുടെ സാധനങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് തന്നെ കപ്പൽ കമ്പനികൾ ഉണ്ടാക്കി അവര് തന്നെ അതിനെ വളരെ വയബിളായിട്ട് നടത്തിക്കുകയാണ്. The inaugural maiden voyage of this new service is set to depart from the port of Qingdao. നമ്മുടെ ഇവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ ഇപ്പൊ പോയിട്ടുണ്ട്, മിക്കവാറും അവിടെ എത്തിക്കണം. Qingdao on 27th July 2026. ആദ്യത്തെ സർവീസ് പോർട്ട് ഓഫ് Qingdaoയിൽ നിന്നാണ് തുടങ്ങുന്നത്, ഓസ്ട്രേലിയയിലോട്ട്. Vessel departure windows and broadens cargo coverage for business trading ബിറ്റ്വീൻ ചൈനാസ് മേജർ മാനുഫാക്ചറിംഗ് ഹബ്സ്. നമ്മൾ പറയുന്നത് അവര് തുറന്നങ്ങ് സമ്മതിക്കുകയാണ്. അവരുടെ ട്രേഡിംഗ് ആരൊക്കെയായിട്ടാണ്? ബിറ്റ്വീൻ ചൈനാസ് മേജർ മാനുഫാക്ചറിംഗ് ഹബ്സ് ആൻഡ് ഓസ്ട്രേലിയാസ് കോർ കൺസപ്ഷൻ മാർക്കറ്റ്സ്. ഒന്നും മറച്ചു വെക്കുന്നില്ല. അവരുടെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയുടെ ഉപഭോഗ കൺസ്യൂമർ കേന്ദ്രങ്ങളിലോട്ട് ചരക്കെത്തിക്കാൻ വേണ്ടിയാണ് ഈ സർവീസ് അവർ നടന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് അവിടുന്ന് കുറച്ച് റോ മെറ്റീരിയലും കൂടി കൊണ്ടുവരും. അതാണ് ചൈനയുടെ സ്ട്രാറ്റജി. ഏതായാലും ചൈന ഓസ്ട്രേലിയയുടെ OOCLന്റെ ആദ്യത്തെ സർവീസ് തുടങ്ങുന്നു. മറ്റു പല കമ്പനികൾക്കും ഉണ്ടാവും. OOCLന്റെ ആദ്യത്തെ സർവീസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ ഇന്ത്യ സർവീസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാനുള്ളതാണ് നമ്മുടെ ശ്രീനാഥിന്റെ ഓരോ ട്രാക്കത്തോൺ. ശ്രീനാഥ് 27/6 അങ്കമാലിയിൽ വെച്ച്, ഇവിടെ അങ്കമാലിയിലെ രാജാവ് ഓർമ്മയില്ലേ, അങ്കമാലിയിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോയാണ് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ന്യൂസിലൻഡിൽ നിന്ന്. ന്യൂസിലൻഡ്, അത് കഴിഞ്ഞ് മെൽബണിൽ വന്നിട്ട് മെൽബണിലെ ട്രാൻസ്ഷിപ്മെന്റ്, അത് കഴിഞ്ഞ് സിംഗപ്പൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് കൊളംബോയിൽ നിന്ന് ലണ്ടൻ ഗേറ്റ് വേ. ആ കപ്പലിന്റെ സർവീസ് എങ്ങനെ, ട്രാൻസ്ഷിപ്മെന്റുകളുണ്ട്, കപ്പലും മാറുന്നുണ്ട്, പക്ഷെ ആ സർവീസ് ന്യൂസിലൻഡ് ടു ലണ്ടൻ ഗേറ്റ് വേ. എവിടെയൊക്കെയാണ് തൊടുന്നത്? ന്യൂസിലൻഡ്, മെൽബൺ, സിംഗപ്പൂർ,
ചെന്നൈ, കൊളംബോ, ലണ്ടൻ ഗേറ്റ്വേ. കാർഗോ വരേണ്ടത് എവിടെയാണ്? അങ്കമാലി, അല്ലെങ്കിൽ അങ്കമാലിയുടെ പരിസരത്ത് അപ്പുറവും ഇപ്പുറവും പോകേണ്ട കാർഗോയാണ്. അത് നമ്മുടെ റീഫറാണ്, 40 ഫീറ്റ് റീഫർ കണ്ടെയ്നറാണ്. മിക്കവാറും ആപ്പിൾ ആയിരിക്കാം, ന്യൂസിലൻഡിൽ നിന്നുള്ള ആപ്പിൾ കേരള വിപണിയിൽ എത്തിയതായിരിക്കാം. അതെന്തോ ആട്ടെ, ഇങ്ങനെ ഒരു സർവീസ് TRV കേന്ദ്രീകരിച്ച് നടത്താൻ പറ്റും. ന്യൂസിലൻഡ്, മെൽബൺ, TRV, ലണ്ടൻ ഗേറ്റ്വേ. ഇത് എടുത്ത ദിവസങ്ങളൊന്നും അല്ല വിഷയം, ദിവസം വളരെ കൂടുതലാണ്. എന്നാലും എന്തിനാണ് TRV ലണ്ടനിലോട്ട് പോകേണ്ട ഒരു സർവീസിനെ നമ്മൾ എന്തിന് സിംഗപ്പൂർ, ചെന്നൈ, കൊളംബോ, പിന്നെ ലണ്ടൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് എന്തിനാണ്? കാർഗോ വരേണ്ടത് കേരളത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സർവീസുകൾ കമ്പനികൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിലും ആരംഭിക്കണമെങ്കിലും ഗേറ്റ് തുറന്ന് ഈ ഗേറ്റ്വേ കാർഗോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്രവർത്തനം തുടങ്ങിയാൽ മാത്രമാണ്. ഇപ്പൊ MSC തന്നെ അവരുടെ റെഗുലർ സർവീസൊക്കെ പ്ലാൻ ചെയ്ത് വരാൻ 1.5 വർഷമെടുത്തു. ഇപ്പോഴാണ് റെഗുലർ സർവീസുകൾ. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ വുങ്താവു വീക്കിലി സർവീസ് ആയിട്ടുണ്ട്. വുങ്താവു MSC ഇസ്താൻബുൾ 1-ാം തീയതി വരുന്നു, 2-ാം തീയതി പോകുന്നു, 7-ാം തീയതി വുങ്താവുവിലെത്തുന്നു. ഇപ്പൊ റെഗുലർ സർവീസാണ് TRV വുങ്താവു. അതുപോലെ പുതിയൊരു കപ്പലാണ് ഫൂൾ ഗാൻഡ്രോസ്, MSC ഫൂൾ ഗാൻഡ്രോസ് കൊയ്ഗ, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ കൊയ്ഗയിലോട്ട് 2-ാം തീയതി വരുന്നു, 2-ാം തീയതി ഇവിടെ നിന്ന് പോകുന്നു, 12-ാം തീയതി കൊയ്ഗയിലെത്തുന്നു. 10 ദിവസം. അപ്പൊ TRV സൗത്ത് ആഫ്രിക്കയും TRV വുങ്താവും വിയറ്റ്നാമും റെഗുലർ സർവീസ്. ഇതുപോലെ സർവീസുകൾ റെഗുലറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറന്ന് കാർഗോയുടെ ലഭ്യതയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഗേറ്റ് തുറന്നിട്ടും കാര്യവും. അപ്പൊ അത് രണ്ടും പാരലായിട്ട് സംഭവിക്കണം. ഏത് ആദ്യം സംഭവിക്കണമെന്ന്, അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടും പാരലായിട്ട് വരും. ഗേറ്റ് തുറക്കുന്നതോടുകൂടി കാർഗോ ജനറേറ്റ് ചെയ്യപ്പെടും, ഗ്രാജുവലി ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഓസ്ട്രേലിയ TRV ലണ്ടൻ സർവീസ് ഒരു ദീർഘദൂര സർവീസ് ആയിരിക്കും. അത്തരം സർവീസ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഗേറ്റ് തുറക്കണം. അതേ സമയത്ത് രണ്ടാമത്തെ വിപിന്റെ കുറച്ച് നേരത്തെ അയച്ചു തന്നതാണ്. 5-ാം മാസത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് പോയ ഒരു കണ്ടെയ്നറാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചില ഷിപ്പിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, ഇടയ്ക്ക് വന്നിട്ട് സെയിലിംഗ് കമ്പനിക്ക് ഇട്ട് കൊട്ടു തരുന്ന ചില പ്രൊഫഷണൽസ് ഉണ്ട്. അവർ പറയുന്നത് എന്താണ്, JNPT ഒക്കെ ഇവിടുത്തെ വലിയ പോർട്ടുകളാണ്. JNPT നേരിട്ട് മെയിൻ ലൈൻ സർവീസ് ഉണ്ട്, അമേരിക്കയ്ക്ക് സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവര് ഈ ഡെവിൾ ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയാം, വിശദാംശങ്ങളൊന്നും നോക്കാറില്ല. കപ്പൽ കമ്പനികൾ കൊടുക്കുന്ന എന്താണ്, ബിൽ ഓഫ് ലാൻഡിംഗ് എന്നാണോ, ബിൽ ഓഫ് എൻട്രി എന്നാണോ, അല്ലെങ്കിൽ എന്താണോ, അല്ലെങ്കിൽ വെബ്സൈറ്റ്. ഇത് ഈ വിപിന്റെ ട്രാക്കിങ്ങിലും നമുക്ക് മനസ്സിലാവുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത് JNPT പോകും, JNPT നേരെ സാവന്ന എന്നാണ് പോകുന്നത്. ഇതും ഞാൻ തീയതി പറയാനല്ല ശ്രമിക്കുന്നത്, തീയതിയൊക്കെ വളരെ വൈകി, അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ JNPT സാവന്ന നേരിട്ട് സർവീസ് ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പാക്കണ്ടേ. അങ്ങനെ ഞാൻ ആ ഡേറ്റ് കുറിച്ചിട്ട് ഇത് പോകേണ്ടത് സാവന്ന എന്ന ടെന്നീസിയിലെ മെംഫിസ് എന്ന് പറയുന്നിടത്ത്, പിന്നെ ട്രെയിനിലും ട്രക്കിലും ഒക്കെ പോകണം. അതല്ല വിഷയം. മുംബൈ എന്ന സാവന്ന സർവീസ് ഉണ്ടോ, ഡയറക്റ്റ് സർവീസ് ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. മിക്കവാറും നാളെ അമേരിക്കയിൽ നിന്ന് നോർഫോക്ക് എന്നുള്ള കപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ പേരെഴുതി കാണിക്കാം, പേര് പെട്ടെന്ന് കപ്പലിന്റെ പേര് ഞാൻ എഴുതി കാണിക്കാം. അപ്പൊ അങ്ങനെ 27 ദിവസം കൊണ്ട് നോർഫോക്ക് അത് വരുന്നത് എന്താണ്, ന്യൂയോർക്ക്, ബാൾട്ടിമോർ, നോർഫോക്ക്, TRV ഇത്രയും ഡയറക്റ്റ് സർവീസ് ഉള്ളപ്പോൾ ഇന്ത്യയുടെ കാർഗോ ഇങ്ങനെ ചുറ്റിപ്പറ്റി പലർക്കും കാഴ്ചവെച്ച് പോകേണ്ടതാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. JNPT ബാംഗ്ലൂരിൽ നിന്ന് JNPT പോയത് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ കപ്പൽ പോകുന്നത് സലാലയിൽ നിന്ന് ന്യൂയോർക്കിലോട്ടാണ്. എന്താണ് കപ്പൽ കമ്പനി നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത്, JNPT നേരെ സാവന്ന എന്നേ പറയുള്ളൂ. പക്ഷെ അവരുടെ റൂട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് കാർഗോ കളക്ട് ചെയ്തും ഇറക്കിയും ഒക്കെ അവർ പോവുകയുള്ളൂ. അങ്ങനെ പോകാത്ത ഏക പോർട്ട് ഇന്ന് ഇന്ത്യയിൽ TRV മാത്രമേ ഉള്ളൂ. നോർഫോക്ക് നേരിട്ട് വരുന്നു, ഇവിടെ നിന്ന് കൊയ്ഗയിലോട്ടും വുങ്താവുലോട്ടും ഷാങ്ഹായിലോട്ടും തുടർന്നു പോകുന്നു. അങ്ങനെയുള്ള നേരിട്ട് സർവീസുള്ള ഇന്ത്യയിലെ ഏക പോർട്ടായ TRVയുടെ ഗേറ്റ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നത് വേറെ ആരെയും സഹായിക്കാറില്ല, കേരളത്തിലെയും ഇന്ത്യയിലെയും വ്യാപാരികളെയും വ്യവസായികളെയും കയറ്റുമതിക്കാരെയും കർഷകരെയും ദ്രോഹിക്കാൻ മാത്രമാണ് എന്ന് പറയുവാനാണ് വിപിന്റെയും ശ്രീനാഥിന്റെയും ഈ ട്രാക്കിംഗ് നമ്മളെ
പഠിപ്പിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, നമ്മളിവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 1000 ദിവസം 1000 തിരികൾ കത്തിച്ച് കപ്പൽ ഒരുക്കിയതുപോലെ കൊല്ലത്തെ നിത്യപ്രഭാനഗർ, കൊല്ലം ഉളിയാക്കോവിൽ 27-28 വർഷമായിട്ട് തുടരുന്ന പ്രക്രിയ. അവര് ഞായറാഴ്ച 1000 തിരി കൊളുത്തി. അവിടെയും ഗേറ്റ് തുറക്കേണ്ട ആവശ്യകതയാണ്. കപ്പൽ വരുന്ന സന്തോഷമുള്ളപ്പോൾ തന്നെ ഗേറ്റ് തുറക്കാത്ത നിരാശയുണ്ടല്ലോ. ഇവിടെ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നു. നമ്മൾ ഈ 150 രൂപ 300-350 രൂപയുടെ പത്രം 150 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരാളുടെ കഥ പറഞ്ഞല്ലോ. വിമാക്കിന് വേണ്ടി പ്രവർത്തിച്ച് അദ്ദേഹം പത്രം വാങ്ങുന്നത് എന്തിനാന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. വെടിഞ്ഞത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള വാർത്തകൾ കൂടി അറിയാനാണ്, നമ്മുടെ പോർട്ടിന്റെ വാർത്തകൾ കൂടി അറിയാനാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം ഇത് ഇങ്ങനെ ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങുന്നത്. അദ്ദേഹം ആ പരിപാടി കണ്ട ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സഹായിക്കാം, പത്രം വാങ്ങാനുള്ള പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സെയിലിംഗ് കമ്മിറ്റിയുടെ പോളിസി എന്താണെന്ന് അറിയാമോ? അങ്ങനെ ഒരാളുടെ വിഷയം പരിഹരിച്ചാൽ തീരുന്നതല്ല ഈ നാട്ടിലെ വിഷയം. ഇതൊരു സേഫ്റ്റി വാൽവ് പ്രക്രിയയാണ്. അങ്ങനെ സഹായിക്കണമെന്ന് പലർക്കും തോന്നും. അങ്ങനെ ഒരാൾക്ക് സാമ്പത്തിക സഹായം ചെയ്താൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ എല്ലാവരുടെയും പ്രശ്നം തീരണമെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന പ്രക്രിയ വേണം. അതുകൊണ്ട് തന്നെ ഇത്തരം സൗജന്യങ്ങൾ സെയിലിംഗ് കമ്മിറ്റി പ്രോത്സാഹിപ്പിക്കാറില്ല. എല്ലാ നന്ദിയോടും ഞാൻ അദ്ദേഹത്തിന്റെ ഓഫർ സ്വീകരിക്കുന്നു. പക്ഷെ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയാത്തത് ഒരു നയം കാരണമാണ്. ചില ചാനലുകളും ചില മാധ്യമങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെ പലരിൽ നിന്നും പൈസ വാങ്ങിച്ച് വീട് പണിത് കൊടുക്കുക, പലരിൽ നിന്നും പൈസ വാങ്ങിച്ച് രോഗികൾക്ക് പൈസ കൊടുക്കുക. ഇത് വാസ്തവത്തിൽ ഒരു പ്രഷർ കുക്കറിന്റെ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്ന പ്രക്രിയയാണ് നടത്തുന്നത്. വാസ്തവത്തിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാറ്റമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്ലോഷൻ സമൂഹത്തിൽ നടക്കണം. രാഷ്ട്രീയപരമായ ഒരു മാറ്റത്തിലൂടെ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ വിഷയത്തിന്റെ പരിഹാരമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിത്യപ്രഭാനഗറിന്റെ വിഷ്വലൊക്കെ രാജേഷ് കാണിക്കും. പ്രൈം മിനിസ്റ്ററിന് എഴുതുന്ന കത്തുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ വന്ന് ജനുവരി 23-ാം തീയതി പറഞ്ഞതാണല്ലോ ട്രിവാൻഡ്രത്തിന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് പറയുന്ന അന്ന് തുടങ്ങിയ കത്തെഴുത്ത് ഇന്നലെ 150 ദിവസം പിന്നിട്ടു. സെയിലിംഗ് കമ്മിറ്റി ഇവിടെ നിർത്തും.